വേറൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടു എന്ന് പറയുന്നത് വെറും കള്ളത്തരവാ. കാരണം അത് ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വേണം. ആ പെൺകുട്ടി പരാതി വേണം, അല്ല ഇവരോടെങ്കിലും ഒരു പരാതി പറയണം. നിന്റെ വീട് എവിടാ എന്നെങ്കിലും അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഇവര് ഹൈലി ക്വാളിഫൈഡ് ആണ്, MA BEd കാരിയാണ്, പൊതുപ്രവർത്തകയാണ്, 35 വയസ്സോളം പ്രായമുണ്ട്, സാമൂഹികമായിട്ട് നല്ല അറിവുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു, ഇപ്പൊ ഇവർ ജയിലിൽ കിടന്നു. ഇത് രണ്ടുപേരും തമ്മിൽ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. വെറുതെ ബസ്സിൽ യാത്ര ചെയ്തു. ഇപ്പൊ ഇവർ എന്തിനാണ് ബസ് യാത്ര എന്നുള്ളത് പോലീസ് കൂടുതൽ അന്വേഷിക്കുമ്പോഴേ പോയതാണ്. ഞാൻ പറയുന്നത് ആൾക്കാര് അരുണിമ പോലെയുള്ള ആൾക്കാര് റിയൽ ആയിട്ടുള്ള അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ എന്ത് കമന്റുകളാണ് വരുന്നത്? അപ്പൊ ഇത്തരം കമന്റ് വരുന്ന സമൂഹത്തിൽ വീണ്ടും ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് ആളുകൾ ഇതിനെ പ്രതികരിക്കുന്നത്. യഥാർത്ഥ വിഷയത്തിൽ പോലും നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഇതുപോലെ ഫ്രോഡുകൾ ഉള്ളതുകൊണ്ടാണ്. പോലുള്ള ഫ്രോഡുകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് വരുന്നത് ഇതുപോലെ ഫ്രോഡുകൾ ഉള്ളതുകൊണ്ടാണ്. വീഡിയോക്കകത്ത് നേരെ തിരിഞ്ഞു നിന്നാണ് ആദ്യം വീഡിയോ എടുക്കുന്നത്. കുറെ സമയത്തിന് ശേഷം പിന്നീട് തിരിഞ്ഞു നിന്ന് ആ കുട്ടിയുടെ ശരീരഭാഗം മുട്ടിക്കുന്ന രീതിയിൽ പോയി നിന്നാണ് ആ സുഹൃത്തിന് ദീപകിന്റെ വീഡിയോയിലെ കാര്യം പറയുന്നത്. ഞങ്ങളുടെ ശരീരത്തിൽ അപമര്യാദയായിട്ട് ഒരാള് തൊടുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള നോട്ടമോ ഉണ്ടായാൽ ഞങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കും. അങ്ങനെ ഉണ്ടായില്ല. ഇനി വേറൊരു കുട്ടിയെ പറയുന്നു ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇതുവരെ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? അത് അപ്സ റെജി എന്ന് പറഞ്ഞൊരു കുട്ടീനെ ആണ് ആദ്യം ഉപദ്രവിച്ചെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ഷിംസ് ആ കുട്ടിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശക്തമായ തെളിവ് കൊണ്ടെന്നില്ല? സമൂഹത്തിൽ എങ്ങനെ ഒരു പെൺകുട്ടി വരും പുറത്തേക്ക്? എല്ലാ ആണുങ്ങളും സ്ത്രീകൾക്കെതിരെയാണോ? ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നാളെ ഏതൊരു സ്ത്രീക്ക് വിഷയം വന്നാലും ഞങ്ങളൊക്കെ അതിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കും. സംസാരം അങ്ങനെയല്ല, ഇത് സബ്ജക്റ്റീവ് അല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.